പ്രിയപ്പെട്ട കുട്ടികളെ, ആറ്റംസ് എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ തോംസൺ മോഡൽ ഓഫ് ആറ്റം, റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം എന്നിവയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇമ്പാക്ട് പാരാമീറ്റർ, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്നീ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ആറ്റോമിക് സ്പെക്ട്ര എന്നുള്ള ഒരു ഭാഗമാണ്. ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ആർ സ്റ്റേബിൾ ആൻഡ് എമിറ്റ് ക്യാരക്ടറിസ്റ്റിക് സ്പെക്ട്രം. ഓരോ എലമെന്റും ഓരോ ആറ്റവും എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ സ്പെക്ട്രം എമിറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നൈട്രജന്റെ സ്പെക്ട്രം എടുത്തു, അതിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും ഓക്സിജന്റെ സ്പെക്ട്രം, അതിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും ഹൈഡ്രജന്റെ സ്പെക്ട്രം. ഓരോന്നിനും ഓരോ ക്യാരക്ടറിസ്റ്റിക് സ്പെക്ട്രം ഉണ്ടാവും. ഈ സ്പെക്ട്ര എടുക്കുമ്പോൾ ആ സ്പെക്ട്രത്തിൽ ഇങ്ങനെ പാരലൽ ലൈൻസ് ആണുള്ളത് എങ്കിൽ നമ്മൾ അതിനെ ലൈൻ സ്പെക്ട്രം എന്ന് വിളിക്കും. ഇനി സ്പെക്ട്രത്തില് ബാൻഡുകളാണുള്ളതെങ്കിൽ ബാൻഡ് സ്പെക്ട്രം, ഇനി സ്പെക്ട്രം കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്നൊക്കെയാണ് വിളിക്കുക. നമുക്ക് ലൈൻ സ്പെക്ട്രം ആണ് നോക്കാനുള്ളത്. ദ സ്പെക്ട്രം കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് ഐസൊലേറ്റഡ് പാരലൈൻസ് ആർ ടേംഡ് ആസ് ലൈൻ സ്പെക്ട്രം. എങ്ങനെയാണ് ഒരു സ്പെക്ട്രം ഉണ്ടാക്കുക എന്നുള്ള ഭാഗമാണ് നമ്മൾ പറയാനുള്ളത്. നമുക്ക് രണ്ട് രൂപത്തിൽ സ്പെക്ട്രം ഉണ്ടാവും. എമിഷൻ ലൈൻ സ്പെക്ട്രം ഉണ്ട്, അബ്സോർപ്ഷൻ ലൈൻ സ്പെക്ട്രം ഉണ്ട്. ഇവിടെ നമുക്കൊരു ചോദ്യം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എമിഷൻ ലൈൻ സ്പെക്ട്രം ആൻഡ് അബ്സോർപ്ഷൻ ലൈൻ സ്പെക്ട്രം. അപ്പോൾ എമിഷൻ ലൈൻ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആറ്റം എടുത്തു, ആറ്റോമിക് ഗ്യാസ് ഓർ വേപ്പർ അറ്റ് ലോ പ്രഷർ നമ്മളൊരു കണ്ടെയ്നറിൽ എടുക്കും. എന്നിട്ട് നമ്മൾ അതിനെ എക്സൈറ്റ് ചെയ്യിക്കും. എക്സൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബൈപാസിംഗ് ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രിസിറ്റി കടത്തി വിട്ടാൽ മതി. അപ്പൊ അതിനെ എക്സൈറ്റ് ചെയ്യും. എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് റേഡിയേഷൻസ് പുറത്തു പോകും. ഈ റേഡിയേഷൻസിന്റെ സ്പെക്ട്രം നമ്മൾ എടുക്കുക. ഈ റേഡിയേഷൻസ് പുറത്തു വരും. ആ പുറത്തു വരുന്ന റേഡിയേഷൻ ഒരു ഫോട്ടോഗ്രാഫി ഫിലിമിലേക്ക് പതിപ്പിക്കുക. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുക, ഫോട്ടോഗ്രാഫി ഫിലിം എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ സ്പെക്ട്രം ഉണ്ടാവും. ഇങ്ങനെയുള്ള സ്പെക്ട്രത്തെ നമ്മൾ എമിഷൻ എന്നാണ് വിളിക്കുക. വെൻ ആറ്റോമിക് ഗ്യാസ് ഓർ വേപ്പർ അറ്റ് ലോ പ്രഷർ ഈസ് എക്സൈറ്റഡ് by passing electric current, it emit radiations of certain wavelength only. Such a spectrum is called emission line spectrum. അപ്പോൾ നമുക്ക് നൈട്രജൻ എന്നുള്ള ഗ്യാസിനെ നമ്മൾ എക്സൈറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന റേഡിയേഷൻസിന്റെ സ്പെക്ട്രം നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്ന വേവ് ലെങ്ത് ഡിഫറെന്റ് ആയിരിക്കും. വേറൊരു ഗ്യാസ് ഓക്സിജൻ. അപ്പോൾ ഓരോന്നും വേറെ വേറെ റേഡിയേഷൻസിനെയാണ്, വേറെ വേറെ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻസിനെയാണ് എമിറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഓരോന്നിനും ഓരോ ആറ്റത്തിനും ഓരോ എലമെന്റിനും ഒരു ക്യാരക്ടറിസ്റ്റിക് സ്പെക്ട്രം ഉണ്ടാവും. എമിഷൻ ലൈൻ സ്പെക്ട്ര ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബ്രൈറ്റ് ലൈൻസ് ഓൺ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ബ്രൈറ്റ് ലൈൻസ് ആയിരിക്കും. ഇവിടെ നമ്മൾ ചിത്രത്തിൽ കാണാൻ പറ്റും ഉണ്ടാവുക. ബാക്ക്ഗ്രൗണ്ടിൽ, ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബ്രൈറ്റ് ലൈൻസുകളാണ് നമുക്ക് ഉണ്ടാവുക. ഇനി അബ്സോർപ്ഷൻ ലൈൻ സ്പെക്ട്ര ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആറ്റോമിക് ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു നേരത്തെ പോലെ കണ്ടെയ്നറിൽ എടുത്തു, എന്നിട്ട് നമുക്ക് അതിലേക്ക് വൈറ്റ് ലൈറ്റിനെ കടത്തി വിടുക. വെൻ വൈറ്റ് ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ ദ സെയിം ഗ്യാസ് ഓർ വേപ്പർ, നമ്മൾ വൈറ്റ് ലൈറ്റിനെ കടത്തി വിട്ടു കഴിഞ്ഞാൽ ചില വൈറ്റ് ലൈറ്റിൽ എല്ലാ വേവ് ലെങ്ത്തും ഉണ്ട്. ചില വേവ് ലെങ്തിനെ ഇവരെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഇത് ചില വേവ് ലെങ്തിനെ ഇവരെ കടത്തി വിടും. ഈ കടത്തി വിടുന്ന ലൈറ്റ് റേഡിയേഷൻസിന്റെ സ്പെക്ട്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രത്തിനെയാണ് അബ്സോർപ്ഷൻ ലൈൻ സ്പെക്ട്ര എന്ന് വിളിക്കുക. അപ്പൊ വൈറ്റ് ലൈറ്റ് ആകുമ്പോൾ നേരത്തെ എല്ലാ കളറും ഉണ്ടാവേണ്ടിയിരുന്നു, പക്ഷെ ചിലതിനെ പോലെ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന ലൈറ്റിന്റെ റേഡിയേഷന്റെ സ്പെക്ട്രം നമ്മൾ എടുക്കുമ്പോൾ അതിൽ ചില മിസ്സിംഗ് വേവ് ലെങ്ത്തുകൾ കാണിക്കും. ആ മിസ്സിംഗ് വേവ് ലെങ്ത് കാണിക്കുന്നത് ഇതുപോലെ അബ്സോർബ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ കിട്ടുന്ന സ്പെക്ട്രത്തെ നമ്മൾ അബ്സോർപ്ഷൻ ലൈൻ സ്പെക്ട്ര എന്നാണ് വിളിക്കുക. ആ അബ്സോർപ്ഷൻ ലൈൻ സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ വെൻ വൈറ്റ് ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ ദ സെയിം ഗ്യാസ് ഓർ വേപ്പർ ദ ട്രാൻസ്മിറ്റഡ് സ്പെക്ട്രം ഷോസ് സം ഡാർക്ക് ലൈൻസ്. These dark lines shows missing wavelength which is absorbed by the gas. Such a spectrum is called absorption line spectrum. അപ്പോൾ അബ്സോർപ്ഷൻ ലൈൻ സ്പെക്ട്ര ഒരു ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് ലൈൻസ് ആണ് ഉണ്ടാവുക. എമിഷൻ ലൈൻ സ്പെക്ട്ര ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബ്രൈറ്റ് ലൈൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ അബ്സോർപ്ഷൻ സ്പെക്ട്രകൾ നമ്മൾ പറഞ്ഞു. ഇങ്ങനത്തെ ആദ്യമായിട്ടുള്ള ഒരു സ്പെക്ട്രം നമ്മൾ ഇപ്പൊ ഹൈഡ്രജന്റെ ഒരു സ്പെക്ട്രം നമ്മൾ എടുക്കുകയാണ്, എമിഷൻ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജന്റെ ഒരു സ്പെക്ട്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡിഫറെന്റ് സ്പെക്ട്രൽ സീരീസുകൾ കെമിസ്ട്രി നിങ്ങൾ പഠിച്ചതാണ്. ലൈമൻ സീരീസ്, ബാമർ സീരീസ്, ഇങ്ങനെ പാഷൻ സീരീസ് എന്നുള്ള രൂപത്തിൽ പല പല സീരീസ് ഓഫ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പരീക്ഷയ്ക്ക് ഇപ്പൊ ഒരു വട്ടം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഡ്രോ ദ എമിഷൻ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പൊ ഇങ്ങനത്തെ ഈ ചിത്രം വരക്കാൻ അപ്പൊ നമുക്ക് ഇവിടെ 91 നാനോമീറ്റർ 122 നാനോമീറ്റർ ആണ് ലൈമൻ സീരീസിന്റെ വേവ് ലെങ്ത് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേവ് ലെങ്ത്തുകൾ. അതേപോലെ ഓരോന്നിനും വേവ് ലെങ്ത്തിന്റെ വാല്യൂസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂസ് നിങ്ങൾ പഠിക്കണം നിർബന്ധമില്ല. നേരെ നമുക്ക് വേണ്ടത് വേവ് ലെങ്ത് ലാംഡ ഒരു ഭാഗത്ത് കൂടുന്നതായിട്ട് കാണിക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു സെറ്റ് ഓഫ് ബ്രൈറ്റ് ലൈൻസ് അങ്ങനെ ലൈൻസ് വരയ്ക്കുക. അത് ലൈമൻ സീരീസ് കൊടുക്കുക, പിന്നെ ബാമർ സീരീസ് കൊടുക്കുക. കുറച്ചും കൂടെ അപ്പുറത്താകുമ്പോൾ
പാഷൻ സീരീസ്, ബ്രാക്കറ്റ്, ഫണ്ട് തുടങ്ങിയ സീരീസുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ചിത്രം വരക്കാൻ നമുക്കറിയണം. ഇതില് സ്പെക്ട്രൽ സീരീസ് എന്താണ്? സ്പെക്ട്രൽ സീരീസ് എന്ന് പറഞ്ഞാൽ വെൻ വി ക്ലോസ്ലി ഒബ്സർവ് ദ സ്പെക്ട്രം. നോക്കൂ, ഇപ്പൊ നമ്മളിവിടെ സ്പെക്ട്രം നോക്കുക. അതിന് ഇപ്പൊ നമ്മളിവിടെ പാഷൻ സീരീസിൽ ആദ്യത്തെ പിന്നെ ഒരു ലൈൻസ് ഇവിടെ കാണാം 1875 നാനോമീറ്റർ അല്ലെ. ഇനി അതിനേക്കാളും സ്പേസിങ്, പിന്നെ അവിടെ നിന്നുള്ള സ്പേസിങ് കാണാൻ പറ്റും. ഇനി 5ലേക്കുള്ള സ്പേസിങ് അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട്. ഇനി അടുത്തതിലേക്കുള്ള സ്പേസിങ്, അടുത്ത വരയിലേക്കുള്ള സ്പേസിങ് കുറഞ്ഞു കഴിഞ്ഞു. വീണ്ടും അടുത്ത വരയിലേക്ക് സ്പേസിങ് വീണ്ടും കുറഞ്ഞു. പിന്നത്തെ വരയിലേക്കുള്ള സ്പേസിങ് കുറഞ്ഞു പിന്നെ വളരെ അടുത്തടുത്തായി ആണ് കഴിഞ്ഞു അല്ലെ. ഇനി നമ്മൾ അടുത്തൊരു ബാമർ സീരീസ് നോക്കുകയാണെങ്കിലും 686 നാനോമീറ്റർ എന്നുള്ള ലൈന് കാണാം. ഇനി തൊട്ടടുത്ത ലൈന് നമുക്ക് Ni=4 എന്നുള്ള ലൈന് കാണാം. അത് നമ്മളുടെ സ്പേസിങ്ങും അടുത്ത ലൈനും തമ്മിലുള്ള അടുത്ത ലൈനിലേക്കുള്ള സ്പേസിങ് അത് അതിനേക്കാളും കുറവായിരിക്കും അല്ലെ. പിന്നെ സ്പേസിങ് കുറഞ്ഞ് ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു പിന്നെ when we closely observe a spectrum, നമ്മൾ ഒരു സ്പെക്ട്രം ഒബ്സർവ് ചെയ്യുമ്പോൾ the spacing between lines within certain set of hydrogen spectrum decreases in regular way. ഈ സ്പേസിങ് ഇങ്ങനെ ഒരു റെഗുലർ വേയിൽ ഇങ്ങനെ കുറഞ്ഞ് ഒരു സെറ്റ് ഓഫ് പിന്നെ ലൈൻസിന്റെ ഇടയിൽ ഉള്ള സ്പേസിങ് ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഈച്ച് ഓഫ് ദീസ് സെറ്റ്, ഇങ്ങനെയുള്ള ഓരോ സെറ്റിനെയും നമ്മൾ സ്പെക്ട്രൽ സീരീസ് എന്നാണ് വിളിക്കുക അല്ലെ. അപ്പൊ നമുക്ക് പിന്നെ ഇതൊരു സ്പെക്ട്രൽ സീരീസ് ആണ്, പാഷൻ സീരീസ് അല്ലെ. ഇവിടെ സ്പെക്ട്രൽ സീരീസ് ആണ്. ബാമർ സീരീസ് മറ്റൊരു സ്പെക്ട്രൽ സീരീസ് ആണ്. ലൈമൻ സീരീസ് മറ്റൊരു സ്പെക്ട്രൽ സീരീസ് ആണ്. അപ്പോ നമ്മൾ പറഞ്ഞത് when we closely observe a spectrum, the spacing between lines within certain set of hydrogen spectrum decreases in regular way. Each of these set is called spectral series. അങ്ങനെ ഫസ്റ്റത്തെ ഒരു സീരീസ് പിന്നെ ഒബ്സർവ് ചെയ്തത് ബാമർ എന്നുള്ള സയന്റിസ്റ്റ് ആണ്. ബാമർ വാസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് സച്ച് എ സ്പെക്ട്രൽ സീരീസ് ഇൻ വിസിബിൾ റീജിയൻ ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ വിസിബിൾ റീജിയനിൽ ബാമർ എന്ത് ചെയ്തു? ഒരു സ്പെക്ട്രം ഒബ്സർവ് ചെയ്തു. അതിനെ ഇറ്റ് ഈസ് കോൾഡ് ബാമർ സീരീസ്. അതിനെയാണ് ബാമർ സീരീസ് എന്ന് വിളിക്കുക. ദ ലൈൻ, അപ്പൊ ബാമർ സീരീസിൽ ഏറ്റവും വലിയ വേവ് ലെങ്ത്, ദ ലൈൻ വിത്ത് ലാർജസ്റ്റ് വേവ് ലെങ്ത് ഇൻ ദ റെഡ് ഈസ് കോൾഡ് എച്ച് ആൽഫ. അതിനെ അയാൾ പേര് കൊടുത്തു എച്ച് ആൽഫ എന്ന് വിളിച്ചു. നെക്സ്റ്റ് ലൈനിനെ നമ്മൾ ഇത് പിന്നെ ഒക്കെ വിസിബിൾ റീജിയനിലാണ്. അപ്പൊ വിസിബിൾ റീജിയനിലുള്ള അതായതുകൊണ്ട് നമ്മൾ ആദ്യം ഇത് കണ്ടുപിടിച്ചത് ബാമർ എന്നുള്ള ഈ സയന്റിസ്റ്റ് ഇത് പിന്നെ ബാമർ സീരീസ് കണ്ടുപിടിക്കുമ്പോൾ ഏകദേശം 20 വയസ്സേ ഉള്ളൂ കേട്ടോ. അപ്പോ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ബാമർ സീരീസ് ഇവിടെ കാണാൻ പറ്റും. 656 നാനോമീറ്റർ എന്നുള്ള ഫസ്റ്റത്തെ ലൈന്, ആ പിന്നെ ലൈനില് അതാണ് നമ്മൾ പറഞ്ഞത്. ആ ലൈനെയാണ് നമ്മൾ എച്ച് ആൽഫ എന്ന് വിളിക്കുക. അത് റെഡ് കളറിലാണ്. നമ്മൾ വിസിബിൾ സ്പെക്ട്രത്തിന്റെ വേവ് ലെങ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 450-400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയൊക്കെയാണ് ആ റേഞ്ച് ഉണ്ടാവുക. 656 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ഏറ്റവും കൂടിയ ഭാഗമാണ് വിസിബിൾ റീജിയന്റെ. അപ്പോ പിന്നെ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം റെഡിലാണ് വരിക. അടുത്ത ലൈൻ ആകുമ്പോൾ കുറച്ചും കൂടി വിബ്ജിയോറിൽ ഗ്രീൻ്റെ അങ്ങോട്ട് വരും. പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ പിന്നെ അനുസരിച്ച് ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോ നമ്മൾ പറഞ്ഞ ഫസ്റ്റത്തെ ലൈനിനെ ദ ലൈൻ വിത്ത് ലാർജസ്റ്റ് വേവ് ലെങ്ത്, അതിനെയാണ് നമ്മൾ വിളിക്കുക എച്ച് ആൽഫ. റെഡ് കളറിൽ റെഡ് ലൈനാണ്. ദ നെക്സ്റ്റ് ലൈൻ വിത്ത് ബ്ലൂ ഗ്രീനിൽ കിടക്കണം, അതിന് നമ്മൾ എച്ച് ബീറ്റ. അടുത്ത ലൈൻ നമ്മൾ എച്ച് ഗാമ, അടുത്ത നമ്മൾ എച്ച് ഡെൽറ്റ. ഇങ്ങനെ നമുക്ക് അതിനെ പേര് വിളിക്കാൻ പറ്റും. മാത്രമല്ല ബാമർ ഒരു എംപിരിക്കൽ ഫോർമുലയും കൊടുത്തു ഈ വേവ് ലെങ്ത് കാണാനുള്ള. ഓരോ ബാമർ സീരീസിലെ ഓരോ ലൈനിന്റെയും എച്ച് ആൽഫന്റെയും എച്ച് ബീറ്റിന്റെയും ഏത് ലൈനിന്റെയും വേവ് ലെങ്ത് കാണാനുള്ള ഒരു ഇക്വേഷനും കൊടുത്തു. ബാമർ ഫൗണ്ട് ആൻ എംപിരിക്കൽ ഫോർമുല ടു അക്കൗണ്ട് ദീസ് വേവ് ലെങ്ത് ആസ് 1/λ. 1/λ ഈക്വൽ ടു വേവ് നമ്പർ എന്ന് വിളിക്കും 1/λ. 1/λ ഈക്വൽ ടു R എന്ന് പറഞ്ഞാൽ റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. 1/2² മൈനസ് 1/n². ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാമർ സീരീസിലെ ഏത് ലൈനിന്റെയും വേവ് ലെങ്ത് കാണാൻ പറ്റും. സോ വേർ R is known as Rydberg constant, അതിന്റെ വാല്യൂ 1.098 × 10⁻⁷ മീറ്റർ ഇൻവേഴ്സ്. റിഡ്ബർഗ് കോൺസ്റ്റന്റ് പഠിക്കാൻ നല്ല സുഖമാണ്. നമുക്ക് 10, 9, 8, 7 എന്ന് കൊടുത്താൽ മതി. 10 അവിടെ 1.0 എന്ന് കൊടുക്കണം എന്നുള്ളൂ. പിന്നെ 10 കഴിഞ്ഞിട്ട് 9, 8 പിന്നെ 10⁻⁷ 7ലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഓർത്ത് വെക്കാൻ സുഖമായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ n-ന്റെ വാല്യൂ ബാമർ സീരീസിൽ n-ന്റെ വാല്യൂ 3 മുതൽ, കാരണം 2² ആണ് രണ്ടാമത്തെ ലൈനിൽ പിന്നെ ഷെല്ലിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പിന്നീട് പറയുന്നുണ്ട് ബാമർ സീരീസ് കിട്ടുക. അപ്പൊ അതിനേക്കാളും ഉള്ള വാല്യൂസ് ഒക്കെ പോസിബിൾ ആണ് 3, 4, 5. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിൽ പിന്നെ ആദ്യത്തെ വാല്യൂ കൊടുക്കുക n = 3. n = 3 എന്ന് കൊടുത്ത ഇക്വേഷൻ ഇങ്ങനെ വരിക 1/λ ഈക്വൽ ടു എന്ന് പറഞ്ഞേ 1/λ ഈക്വൽ ടു R × 1/2² എന്ന് പറഞ്ഞാൽ 1/4 മൈനസ് 1/3². 1/3² എന്ന് പറഞ്ഞാൽ 9 എന്ന് വരും. സോ 1/4 മൈനസ് 1/9 നമ്മൾ അതിനെ പിന്നെ ചെയ്യുക. എന്നിട്ട് R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് ലാംഡ കാണാം. 1/λ ഇട്ട് ലാംഡങ്ങൾ ഒന്ന് എല്ലാവരും പിന്നെ കാൽക്കുലേറ്റർ എടുത്തൊന്ന് ചെയ്തു നോക്കുക. അപ്പൊ ലാംഡന്റെ വാല്യൂ 656.3 എന്ന് കിട്ടും. ഇതാണ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ എച്ച് ആൽഫ എന്നുള്ള.
നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഓർക്കുണ്ടാവും. ഇവിടെ നമ്മൾ 686 നാനോമീറ്റർ കണ്ടല്ലോ ഫസ്റ്റത്തെ ലൈന്. ബാമർ സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ലൈന് 686 നാനോമീറ്റർ. 680 കറക്റ്റ് വാല്യൂ ആണ് നമ്മൾ ഇവിടെ കൊടുത്തത്, 686.3 നാനോമീറ്റർ. ഈ ലൈനാണ് എച്ച് ആൽഫ എന്ന് വിളിക്കുക. അപ്പൊ പിന്നെ എച്ച് ബീറ്റ കിട്ടണമെങ്കിലോ നമ്മൾ എന്നിന് 4 എന്ന് കൊടുത്താൽ മതി അല്ലെ. എന്നിന്റെ അടുത്ത വാല്യൂ കൊടുക്കുക. എന്നിന് 4 എന്ന് കൊടുക്കുമ്പോൾ ലാംഡന്റെ വാല്യൂ നമ്മൾ ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. 486.1 എന്ന് കിട്ടും നാനോമീറ്റർ. ഇതിനാണ് എച്ച് ബീറ്റ. ഇനി അടുത്ത ലൈന് എച്ച് ഗാമ എങ്ങനെ കിട്ടുക? എന്നിന് എത്ര കൊടുക്കണം? 5 എന്ന് കൊടുക്കണം അല്ലെ. ഒന്ന് കൊടുത്തു നോക്കുക. അപ്പൊ നമുക്ക് അടുത്ത വാല്യൂ കിട്ടും. ഇനി എച്ച് ഡെൽറ്റ കിട്ടണമെങ്കിലോ അവിടെ എന്നിന് 6 എന്നുള്ള വാല്യൂ കൊടുത്തു നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ എച്ച് ആൽഫ കാണാം, എച്ച് ബീറ്റ, എച്ച് ഗാമ, എച്ച് ഡെൽറ്റ, ഇങ്ങനെ നമുക്ക് എല്ലാ ലൈൻസും കാണാൻ പറ്റും. എന്നിട്ട് ഇതിന്റെ ഏറ്റവും അപ്പോൾ എന്നിന് 3, 4, 5, 6, 7 അങ്ങനെ വാല്യൂസ് പോസിബിൾ ആയി അവസാനം ഏറ്റവും മാക്സിമം വാല്യൂ എന്നിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം വാല്യൂ പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. എന്നെ നമ്മൾ ഇൻഫിനിറ്റി എന്ന് കൊടുക്കുമ്പോൾ അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരിക? 1/λ = r × 1/4 - 1/∞² 1/∞² എന്ന് പറഞ്ഞാൽ 1/∞. 1/∞ എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ആ ഭാഗം 0. സോ r/4 എന്ന് വരും അല്ലെ. r/4 അപ്പം ആണ് 1/λ കിട്ടുക. സോ λ = 4/r എന്ന് കിട്ടും. അത് കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 364.6 നാനോമീറ്റർ എന്നുള്ളത് കിട്ടും. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് വിച്ച് ഈസ് ദ ലിമിറ്റ് ഓഫ് ബാമർ സീരീസ്. അപ്പോൾ പിന്നെ ബാമർ സീരീസിന്റെ ഏറ്റവും മിനിമം വേവ് ലെങ്ത് നമുക്ക് കിട്ടും, ഏറ്റവും മാക്സിമം വേവ് ലെങ്ത് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഫോർമുലയും ബാമർ കൊടുത്തു. അപ്പൊ ആദ്യമായിട്ട് എമിഷൻ ഹൈഡ്രജന്റെ സ്പെക്ട്രത്തിൽ ഒരു സീരീസ്, ഇങ്ങനെ ഒരു സ്പെക്ട്രൽ സീരീസ് കണ്ടുപിടിച്ചത് ബാമർ ആയിരുന്നു. പിന്നീട് ലേറ്റർ ഓൺ അതർ പിന്നെ സീരീസുകളും കണ്ടുപിടിച്ചു. ഏതൊക്കെ സീരീസ്? ലൈമൻ സീരീസ്. അത് അൾട്രാ വയലറ്റ് റീജിയനിലാണുള്ളത്. പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദ സ്പെക്ട്രൽ സീരീസ് ഇൻ ഹൈഡ്രജൻ ആറ്റം. അപ്പൊ നമുക്ക് അതിന്റെ പേരുകൾ അറിയണം. ഏതൊക്കെ? ലൈമൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ്. ഇനി അത് ഓരോന്നും ഏത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏത് ഭാഗത്തിലാണ് ഇവ കിടക്കുന്നത് അതും ചോദിക്കും. നെയിം ദ ഡിഫറെന്റ് സ്പെക്ട്രൽ സീരീസ് ഇൻ ഹൈഡ്രജൻ ആറ്റം ആൻഡ് വേർ ദേ ലൈസ് ഇൻ ഇലക്ട്രോ EM സ്പെക്ട്രം. അപ്പൊ ലൈമൻ സീരീസ് ഉള്ളത് അൾട്രാ വയലറ്റ് റീജിയനിലാണ്. ബാമർ സീരീസ് നമ്മൾ പറഞ്ഞു വിസിബിൾ റീജിയനിലാണ്. അടുത്ത് മൂന്നും ഇൻഫ്രാറെഡിലാണ്. പാഷൻ സീരീസും ഇൻഫ്രാറെഡിലാണ്, ബ്രാക്കറ്റ് സീരീസും ഇൻഫ്രാറെഡിലാണ്, ഫണ്ട് സീരീസും ഇൻഫ്രാറെഡിലാണ്. ഇൻഫ്രാറെഡിന്റെ അവസാനത്തേക്ക് ഫാർ ഇൻഫ്രാറെഡിൽ ആയിരിക്കും ഉണ്ടാവുക. ലൈമൻ സീരീസിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? അപ്പോൾ നമ്മൾ ബാമർ സീരീസിന്റെ ഇക്വേഷൻ 1/λ കൊടുത്തിരുന്നു. അതേപോലെ നമുക്ക് ലൈമൻ സീരീസിന്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. ആദ്യത്തെ സീരീസ് ആണ്. അപ്പോൾ 1/λ = r × 1/1² അല്ലെ. ഒന്നാമത്തെ സീരീസ് ആണ്. അപ്പോൾ 1/1² - 1/n². എന്നിന്റെ വാല്യൂ ഇവിടെ 1 ആണ് കൊടുത്തത്. അതുകൊണ്ട് 1 കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് ഒക്കെ പോസിബിൾ ആണ്. എന്നിന്റെ വാല്യൂ 2, 3, 4, 5 എക്സെട്ര ഇൻഫിനിറ്റി വരെ കൊടുക്കാൻ പറ്റും. ബാമർ സീരീസ് നമ്മൾ നേരത്തെ പറഞ്ഞു വിസിബിൾ റീജിയനിലാണുള്ളത്. 1/λ = r × 1/, രണ്ടാമത്തെ സീരീസ് ആയതുകൊണ്ട് 1/2² എന്ന് വരും, -1/n². എന്നിന്റെ വാല്യൂ 2 ആണ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് ഒക്കെ പറ്റും, 3, 4, 5 അങ്ങനെ വരും. പാഷൻ സീരീസ് മൂന്നാമത്തെ സീരീസ് ആണ്. അതുകൊണ്ട് 1/λ = r × 1/3² - 1/n². എന്നിന്റെ വാല്യൂ 4, 5, 6. ബ്രാക്കറ്റ് സീരീസ് ആണെങ്കിൽ 1/λ = r × 1/4² - 1/n². എന്നിന്റെ വാല്യൂ 5, 6, 7 എക്സെട്ര. ഫണ്ട് സീരീസ് ആണെങ്കിൽ ഫാർ ഇൻഫ്രാറെഡ് റീജിയനിലാണ് വരിക. 1/λ = r × 1/5² - 1/n². എന്നിന്റെ വാല്യൂ 6, 7, 8. ആകെ ഈ 5 സീരീസ് ഒന്നുമല്ല ഹൈഡ്രജൻ സ്പെക്ട്രത്തിലുള്ളത്. ഇനിയും സീരീസുകൾ പോസിബിൾ ആണ്. പക്ഷെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ സീരീസ് ഇതായതുകൊണ്ടാണ് നമ്മൾ ഇത് പറഞ്ഞത്. ഇനി ഹംഫറി സീരീസ് ഒക്കെ തുടങ്ങി മറ്റു സീരീസുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ 5 മതി. സോ ലൈമൻ സീരീസ് ഇത് ഓർഡറിൽ തന്നെ പഠിക്കണം, എന്നാലേ നമുക്ക് ഇതിന് വാല്യൂസ് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. ലൈമൻ സീരീസ് എന്ന് പറഞ്ഞ എല്ലാവരും ലൈമൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. അപ്പോൾ നമുക്കതിന് ഇങ്ങനെ സ്പെക്ട്രൽ സീരീസും നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് അവസാനമായിട്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ നിർത്താൻ പോവാണ്. ലിമിറ്റേഷൻസ് ഓഫ് റൂദർഫോർഡ് ആറ്റം മോഡൽ, അതും കൂടി പറഞ്ഞിട്ട് നമ്മൾ നിർത്തും. നമ്മൾ റൂദർഫോർഡ് ആറ്റം മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ. എന്നിട്ട് നമ്മൾ പിന്നീടാണ് നമ്മൾ ഈ പിന്നെ ആറ്റോമിക് സ്പെക്ട്രം ഒക്കെ പറഞ്ഞത്. അത് ആറ്റോമിക് സ്പെക്ട്രം നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം നമുക്ക് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന്റെ 2 ലിമിറ്റേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പഠിക്കുമ്പോൾ നമുക്ക് ഈ സ്പെക്ട്രത്തിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ സ്പെക്ട്ര എന്നുള്ള ഭാഗം ഇതിന്റെ ഇടയ്ക്കൊന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? 2 ലിമിറ്റേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന്, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ആറ്റം. ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാ കാരണം? നോക്കൂ, ആസ് ദ റിവോൾവിംഗ് ഇലക്ട്രോൺ ലൂസസ് എനർജി കണ്ടിന്യൂസ്ലി. നമ്മളിവിടെ ഇലക്ട്രോൺ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതിന്ന് എനർജി ഇങ്ങനെ എമിറ്റ് ചെയ്യും അല്ലെ. അതിന് എനർജി ഇങ്ങനെ കുറഞ്ഞു വരും. എനർജി ഇങ്ങനെ കുറഞ്ഞു വന്നാലോ ആ ഇലക്ട്രോൺ ഉള്ളിലേക്ക് വരും. ഇറ്റ് മസ്റ്റ് സ്പൈറൽ ഇൻവാർഡ് അല്ലെ. അപ്പൊ നമ്മള് പിന്നെ നിങ്ങളോട് ഇപ്പൊ ഞാൻ ഗ്രൗണ്ടിൽ ഒരു 10 റൗണ്ട് ഓടാൻ പറഞ്ഞ് നമ്മൾ പുതിയ ട്രാക്ക് ഒന്നും വരച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക?
ആദ്യത്തെ പ്രാവശ്യം ഓടുമ്പോൾ ചിലപ്പോൾ ഗ്രൗണ്ടിന്റെ ഏറ്റവും എൻഡിലൂടെ ഇങ്ങനെ ഒരു റൗണ്ട് ഫുള്ളാക്കും. അടുത്ത റൗണ്ട് ആകുമ്പോഴത്തിന് ട്രാക്ക് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, വീണ്ടും ഉള്ളിലേക്ക് വരും അല്ലെ. എനർജി ഇങ്ങനെ കുറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വട്ടം ഇങ്ങനെ കുറച്ച് വരും. അപ്പൊ അതേപോലെ തന്നെ ആസ് ദ റിവോൾവിംഗ് ഇലക്ട്രോൺ, ഇവിടെ ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യാണ്. റിവോൾവ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എനർജി കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ചെയ്യും. അപ്പൊ അതിന് പിന്നെ റേഡിയേഷൻസ് ഇങ്ങനെ പോകും. റേഡിയേഷൻസ് പോകുമ്പോൾ അതിന് എനർജി കുറയും. എനർജി കുറയുമ്പോൾ അതിൽ നിന്ന് അടുത്തേക്ക് വരും. ആസ് ദ റിവോൾവിംഗ് ഇലക്ട്രോൺ ലൂസസ് എനർജി കണ്ടിന്യൂസ്ലി, it must spiral inward and eventually fall into the nucleus. അവസാനം finally fall into the nucleus. ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക് വീഴും. അപ്പൊ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജ് ആണുള്ളത്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. അത് രണ്ടും കൂടി എന്തായാലും ന്യൂട്രൽ ആയിട്ട് പോകും എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ആറ്റമോൾ ഒരിക്കലും സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ കഴിയില്ല. അപ്പൊ ഒന്നാമത്തെ ലിമിറ്റേഷൻ ഇതാണ്, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം. രണ്ടാമത്തെ ഒരു ലിമിറ്റേഷൻ, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ ലൈൻ സ്പെക്ട്ര. ലൈൻ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? കാരണം ഇലക്ട്രോണ് നമ്മൾ പറഞ്ഞു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, ന്യൂക്ലിയസ് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് അതിൽ നിന്ന് റേഡിയേഷൻസ് ഇങ്ങനെ പുറത്തു പോകുന്നുണ്ട്. അപ്പൊ റേഡിയേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് പുറത്തു പോകുമ്പോൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് വരുന്ന റേഡിയേഷൻസിന്റെ ഫ്രീക്വൻസിയും കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ വേവ് ലെങ്ത്തും കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ദ ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എമിറ്റഡ് ബൈ എ റിവോൾവിംഗ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു ദ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ. ആ റെവല്യൂഷന്റെ ഫ്രീക്വൻസി ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ ഇലക്ട്രോണ് കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ പിന്നെ പുറത്ത് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ റേഡിയേഷന്റെ ഫ്രീക്വൻസിയും കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യും. നമ്മൾ അതിന്റെ ഒരു സ്പെക്ട്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആസ് ദ ഇലക്ട്രോൺ സ്പൈറൽ ഇൻവേർഡ് ദ ഫ്രീക്വൻസി ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. അപ്പൊ നമ്മൾ അതിന്റെ ഒരു സ്പെക്ട്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടേണ്ടത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പെക്ട്രം ആണ് കിട്ടേണ്ടത്. സോ ആറ്റം ഷുഡ് എമിറ്റ് എ കണ്ടിന്യൂസ് സ്പെക്ട്രം. ആറ്റം ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം ആണ് എമിറ്റ് ചെയ്യേണ്ടത്. ബട്ട് വാട്ട് വി ഒബ്സർവ്, നമുക്ക് ഒറിജിനൽ ആയിട്ട് എന്താ കിട്ടുന്നത്? ലൈൻ സ്പെക്ട്രം ആണ് കിട്ടുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ലൈൻ സ്പെക്ട്രം കിട്ടി അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ആർക്ക് കഴിഞ്ഞില്ല? റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന് കഴിഞ്ഞില്ല. അപ്പൊ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന് രണ്ട് ലിമിറ്റേഷൻ ആണുള്ളത്. ഒന്ന്, ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തത്, ആറ്റത്തിന്റെ ലൈൻ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാനും കഴിഞ്ഞില്ല. അപ്പോ പിന്നെ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന്റെ ഡ്രോബാക്സ് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ അതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. രണ്ട് ലിമിറ്റേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. പിന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. പിന്നെ നമ്മൾ ഇന്ന് പറഞ്ഞത് മെയിൻ ആയിട്ട് എമിഷൻ ആറ്റോമിക് സ്പെക്ട്രം ആണ്. അതിൽ പിന്നെ നമ്മൾ പറഞ്ഞത് അതിൽ രണ്ട് സ്പെക്ട്രം ഉണ്ട്, എമിഷൻ ലൈൻ സ്പെക്ട്രം, അബ്സോർപ്ഷൻ ലൈൻ സ്പെക്ട്രം ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് അതേപോലെ തന്നെ ഹൈഡ്രജന്റെ സ്പെക്ട്രൽ സീരീസുകൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന്റെ ലിമിറ്റേഷൻസും ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.